ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെയും അംശം അടങ്ങിയതാണ് ഗണപതി എന്നാണ്. അതാണ് ഗണപതി ഹോമത്തിന് പ്രാധാന്യം പറയുന്നത്. എന്തൊരു പൂജകൾ തുടങ്ങുമ്പോഴും ആദ്യം ഗണപതിക്ക് ധരിക്കേണ്ട ഒരു പൂജകളും തുടങ്ങുന്നില്ല. എല്ലാ വിശേഷപ്പെട്ട പൂജകളും പൂജകളാണെങ്കിലും ഗണപതി ഹോമമാണെങ്കിലും പൂജകമാണെങ്കിലും എല്ലാ ഹോമങ്ങളും എല്ലാ പൂജകളും നടത്തുമ്പോഴും ആദ്യം ഗണപതിക്ക് നെയ്യാണ് ഹോമിക്കുക. അതുപോലെ കടലാടി ചമത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചമത, ഇത് രണ്ടും മാത്രമേ ആ മഹാസോത്സവത്തിൽ ഹോമിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും പതിവില്ല. അങ്ങനെ ഓരോ ഹോമങ്ങൾക്കും അതിൻ്റെ വിജ്ഞാനമായിട്ടുള്ള ദ്രവ്യങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഗണപതി ഹോമത്തിൽ അങ്ങനെയല്ല. ഗണപതി ഹോമത്തിൽ എല്ലാ ദേവീദേവങ്ങളും ഹോമിക്കുക. സപ്തദ്രവ്യങ്ങളെന്ന് പറഞ്ഞാൽ 7 ദ്രവ്യങ്ങളാണ്. ചിറ്റാമൃത, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പായസം, ഇങ്ങനെയുള്ള 7 ദ്രവ്യങ്ങൾക്കാണ് സപ്തദ്രവ്യങ്ങൾ. അതിൽ ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കുന്നതിന് വിശേഷപ്പെട്ട ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. സുധാസൗഖ്യം വടവ് വൃദ്ധിയും തിലം ആയുഷ്യവർദ്ധനം ദുർവാശാന്തിയും പയക്കാന്തിയും ആജ്യം ആരോഗ്യവർദ്ധനം പയാന്നം പുത്രവർദ്ധിച്ച സപ്തദ്രവ്യമലപ്രധാന. സുധ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ചിറ്റമൃതനാണ് സുധ എന്ന് പറയുന്നത്. സുധാസൗഖ്യം, ചിറ്റമൃതം പ്രത്യഞ്ചോമത്തിൽ ഹോമിക്കുന്നത് എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വടവോ വൃദ്ധിയും, വട എന്ന് പറഞ്ഞാൽ പേരാൽമുട്ട്, അഭിവൃദ്ധികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പേരാൽമുട്ട് ഹോമിക്കുന്നത്. തിലം ആയുഷ്യവർദ്ധനം, തിലം എന്ന് പറഞ്ഞാൽ എള്ള് ഹോമിക്കുന്നത് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദുർവാശാന്തിയും, ദുർവ എന്ന് പറഞ്ഞാൽ കറുക, കറുക ഹോമിക്കുന്നത് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കറുക ഹോമിക്കുന്നത്. പയക്കാന്തിയും, പയം എന്ന് പറഞ്ഞാൽ പാല്, പാല് ഹോമിക്കുന്നത് പാല് മാതിരിയുള്ള വെണ്മ നമ്മുടെ കുടുംബത്തുണ്ടാവാനും കാന്തി സൗന്ദര്യമൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് പാല് ഹോമിക്കുന്നത്. ആജ്യം ആരോഗ്യവർദ്ധനം, ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്, നെയ്യ് ഹോമിക്കുന്നത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പയാന്നം പുത്രവർദ്ധിഞ്ച, പയാന്നം എന്ന് പറഞ്ഞാൽ പായസം, പായസം ഹോമിക്കുന്നത് പുത്രന്മാർക്കും പുത്രികൾക്കും സൗഖ്യങ്ങളും ശ്രേയസ്സും അഭിവൃദ്ധികളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സപ്തദ്രവ്യ ഫലപ്രദ, അങ്ങനെയുള്ള 7 ദ്രവ്യങ്ങൾ ആ മൃത്യുഞ്ജോമത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എല്ലാ ദ്രവ്യങ്ങളും 144 സംഖ്യ വീതമാണ് ഹോമിക്കുക. അങ്ങനെയുള്ള 7 ദ്രവ്യങ്ങൾ 144 സംഖ്യ വീതം ഹോമിക്കുമ്പോഴാണ് 1005 സംഖ്യ മൃത്യുഞ്ജോമാകുന്നത്. ആ സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്, ആ മൃത്യുഞ്ജയ മന്ത്രത്തിന് പ്രാധാന്യമുണ്ട്, ആ ഹോമദ്രവ്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പെട്ടെന്നുള്ള ആപത്തുകൾ ദോഷങ്ങളൊക്കെ തീരാൻ പ്രധാനമായിട്ട് പറയുന്നതാണ് മൃത്യുഞ്ജോമം എന്ന് പറയുന്നത്. മൃത്യുഞ്ജോമത്തിന് മൃത്യുവിനെ ജയിക്കുക എന്ന് മാത്രമല്ല പ്രധാനമായിട്ട് പറയുന്നത്. മൃതമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുനർജീവനം കൊടുക്കാമെന്നാണ് മൃത്യുഞ്ജോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തൊഴിൽ സംബന്ധമായാലും വിദ്യാഭ്യാസ സംബന്ധമായാലും സ്ഥല സംബന്ധമായാലും ഒക്കെ അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ട് ആ മൃത്യുഞ്ജോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൃത്യുഞ്ജോമത്തിൻ്റെ ആ ഹോമദ്രവ്യങ്ങൾ ഹോമിച്ചു കഴിഞ്ഞ് ആ ദീപാരാധനയുടെ സമയമാണ്. അപ്പോൾ നന്നായിട്ട് ആ മൃത്യുഞ്ജയമൂർത്തിയായിട്ടുള്ള മഹാദേവനെ പ്രാർത്ഥിച്ചു പോവുക. മൃത്യുദോഷങ്ങൾ, കാലങ്ങളെ കൊണ്ടുണ്ടായിരിക്കുന്ന ദോഷങ്ങളൊക്കെ തീർന്ന് ആ ശിവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ കുടുംബാദികൾക്ക് ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചു.
വെച്ചിട്ട് ഒരു പ്രദക്ഷിണം വെച്ച് എല്ലാവരും മുന്നിൽ പോവുക, എല്ലാവരും പിന്നാലെ പോയി നാമം ജപിച്ചൊരു പ്രദക്ഷിണം വെച്ചിട്ട് അപ്പുറത്തേക്ക് വരും. ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഞാൻ ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കുക. ഈ പ്രശ്നം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഓരോ സമയങ്ങൾ, കാലയളവുകൾ ഒക്കെ ഉണ്ട്. ഇന്നൊരു പ്രശ്നം വെച്ചു, നാളെ ഒരു പ്രശ്നം വെച്ചു. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ ജനിച്ചാൽ മരിക്കണം, മരണമില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ മരിച്ചു, അല്ലെങ്കിൽ ഒരു നമ്മുടെ തോറ്റം നടക്കുന്ന സമയമാണ്, ആ സമയത്ത് മരിച്ചു എന്ന് വെച്ചിട്ട് അതിന് പോയി പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമില്ല. ജനിച്ചാൽ മരിക്കണം, അത് എപ്പോഴായാലും വേണം. അത് കുടുംബക്ഷേത്രം ആയാലും എവിടെയായാലും എന്ത് ഇതിലായാലും അങ്ങനൊരു ഇതുണ്ട്. അതിനൊരു പ്രശ്നം വയ്ക്കേണ്ട, അത് മാത്രം നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രശ്നം വയ്ക്കുന്നതിനൊരു കാലയളവുകളുണ്ട്. നമ്മളൊരു ക്ഷേത്ര സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം എന്നാണ് പറയുക. അതായത് 12 വർഷം നവീകരണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഒരു ക്ഷേത്രത്തിൻ്റെ നവീകരണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 11 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷമാണ്. സ്ഥല സംബന്ധമായിട്ട് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രേതത്തിൻ്റെ ഒരു കലകൾ ആ ദേവീദേവന്മാരോട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അടുത്ത ക്ഷേത്രത്തിൽ. അതുപോലെ നമ്മുടെ കുടുംബാദികളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലൊക്കെ ആ പ്രേതകലകൾ ആ ദേവന്മാരോട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള പ്രേതദോഷങ്ങളൊക്കെ ആവാഹിച്ച് ഒഴിവാക്കുക, ദുരിതങ്ങൾ ആവാഹിച്ച് ഒഴിവാക്കുക, ആപത്തുകൾ ആവാഹിച്ച് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യാഴവട്ടക്കാലത്തിലേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് മുമ്പായിട്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് അവർ കാണാണ്ടിരിക്കില്ല. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു ഉടനെ പ്രശ്നം വെച്ചാൽ ആ പ്രേതകലകൾ അതിൽ കാണും. അപ്പോൾ അത് ആവാഹിച്ച് ഒഴിവാക്കാൻ പറയും. ഈ 12 വർഷം കൂടി ചെയ്യുമ്പോഴും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൂടി ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യേണ്ട ക്രിയകളൊക്കെ ഒന്നാണ്. ഒരു പ്രേതദോഷമായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് വെറുതെ ആവാഹിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആ ദുരിതങ്ങൾ തീരാനായിട്ടുള്ള ഹോമങ്ങൾ ചെയ്യണം. അത് ഈ 12 വർഷം കൂടുമ്പോഴും ആ ദുരിതങ്ങൾ തീരാനായിട്ടുള്ള ഹോമങ്ങളൊക്കെ ചെയ്യേണ്ടു. അപ്പോൾ അത് കഴിയുന്നതും അത് ഒഴിവാക്കാൻ നോക്കുക. കാരണം നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിപ്പം പ്രശ്നം വയ്ക്കുന്ന ആൾ, പിന്നെ ഈ വയ്ക്കുന്ന ആളും അതുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചപ്പം ഇപ്പം പ്രാവശ്യം പ്രശ്നം വെച്ചത് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു രക്ഷസിനെ മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു വിവരമില്ലാണ്ട് അദ്ദേഹം അത് ചെയ്യുമോ? നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ആപത്തുകളും ദോഷങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ, മേൽഗതികൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അത് വിവരമില്ലാണ്ട് അദ്ദേഹം ചെയ്യില്ല. പിന്നെ അദ്ദേഹം വന്നത് ചെയ്യണതിന് മുമ്പായിട്ട് ആരാണോ ഇവിടെ ആ പ്രശ്നം വെച്ച ദൈവജ്ഞൻ, അതായത് ആ പ്രശ്നം വെച്ച ആൾ, അദ്ദേഹത്തിനോട് അത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇവിടെ ഇരിക്കില്ലേ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അല്ലാണ്ട് കൂടി വന്ന് ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് അപ്പുറത്ത് വയ്ക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ അനാവശ്യമായിട്ടൊരു പ്രശ്നം വയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം വെച്ചിട്ട് കാര്യമില്ല. അതിന് കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോഴും പറയാറുണ്ട്. നമ്മളാ ക്ഷേത്രത്തിൽ ഇവിടെ പണ്ടൊക്കെ അനവധി കാലം മുമ്പ് എന്ന് പറയട്ടെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ പൂജകൾ നടക്കുന്ന സമയത്ത് അനവധി ആൾക്കാരുണ്ടാവാറുണ്ട്. ആ സമയത്ത് നാമജപങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിന് കുറവുകൾ വരുമ്പം അതിൻ്റേതായ ചില നിമിത്തങ്ങളൊക്കെ കാണും. അതൊക്കെ മുഴുവൻ അതുകൊണ്ട് അത് പറയാനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രായശ്ചിത്തം പറഞ്ഞിട്ടുള്ളത്. അതേവൻ്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാപരാഗം പറയുമ്പോൾ എണ്ണാപ്പണം സമർപ്പിച്ച് തെറ്റുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തമായി എന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രാവശ്യമായിട്ടല്ല നമ്മൾ ചെയ്യണത്. ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ പ്രായശ്ചിത്തം ചെയ്യാൻ പറയണത് അതുകൊണ്ടാണ്. അതേമാതിരി കഴിയുന്നതും പൂജകളിലും കാര്യങ്ങളിലും പങ്കെടുക്കാൻ നോക്കുക. മാസത്തിലൊരിക്കലൊരു ഉള്ളൂ വിശേഷമായിട്ടൊരു പൂജ. ആ സമയത്ത് കഴിയുന്നതും പങ്കെടുക്കാൻ നോക്കുക. ആ നാമജപങ്ങളെ കാര്യങ്ങൾ ഉണ്ടാവുക. അതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറയുന്നത്. കാരണം ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് പ്രധാനമായിട്ട് പറയുന്നത് ആചാര്യ നമസ അഗ്നായജ വേന നിയമേന ഉത്സവേന അന്നദാനേജ ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചദാനാണ്.
അതിൽ ഏറ്റവും പ്രധാനം ആചാര്യൻ്റെ ക്രിയകളാണ്. ആ ക്ഷേത്ര തന്ത്രിയുടെ ക്രിയകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ ക്ഷേത്രത്തിൽ. കാരണം ഒരു പ്രതിഷ്ഠാദി ക്രിയകൾ നടത്തണം എന്നുണ്ടെങ്കിൽ ധാരാളം പ്രധാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടാണ് ഒരു ദേവചൈതന്യത്തെ പ്രതിഷ്ഠിക്കുക എന്നാണ്. ഒരു ദേവനെ, ഏത് ദേവനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്, ആ ദേവനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ പ്രധാനുഷ്ഠാനങ്ങൾ എടുത്തിട്ടാണ് അവിടെ പ്രതിഷ്ഠിക്കുക. ആ പ്രതിഷ്ഠകൾ നടത്തി കഴിഞ്ഞാൽ ആ ദേവചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിഷ്ഠാദനം കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഈ പ്രതിഷ്ഠാദനത്തിന് കലശങ്ങൾ പൂജിച്ചാടുന്നത് എന്തിനാണെന്നറിയോ ആർക്കെങ്കിലും? ഇത്രയും കാലമായിട്ട് ഇവിടെ തന്ത്രി വന്ന് പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും പറയുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് ആ തന്ത്രി മുഖാന്തരം കലശങ്ങൾ പൂജിച്ചാടുന്ന ദേവചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വർഷമായിട്ട് എന്തെങ്കിലും ശുദ്ധികളോ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ക്ഷേത്രങ്ങളാകുമ്പോൾ എല്ലാം ശുദ്ധമായിട്ട് സംഭവിക്കണമെന്നൊന്നുമില്ല, അശുദ്ധികളൊക്കെ സംഭവിക്കാം. ആ അശുദ്ധികളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ അശുദ്ധികളൊക്കെ തീർന്ന് ദേവചൈതന്യങ്ങൾക്ക് ലോപങ്ങൾ വരുന്നപ്പോൾ ആ ലോപങ്ങൾ തീർന്ന ചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വർഷത്തിലൊരിക്കൽ തന്ത്രി മുഖാന്തരം ആ കലശങ്ങൾ പൂജിച്ചാടിയ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കലശങ്ങൾ പൂജിച്ചാണ്. തന്ത്രി മുഖാന്തരം ആടുന്നതിന് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ആ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒഴിവില്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന ആളോട് അവിടെ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടാണ് വിടുക. അപ്പോൾ ആ പ്രകാരം അത് ചെയ്യുമ്പോഴാണ് ചൈതന്യവർദ്ധനം ഉണ്ടാകുക. അതാണ് ഈ വർഷത്തിനൊരിക്കൽ ആചാര്യൻ്റെ ക്രിയകൾക്ക് വളരെ പ്രാധാന്യം വേണം. അതാണ് ആചാര്യ തപസ്സ എന്ന് പറയുന്നത്. ആചാര്യൻ്റെ തപസ് മാതിരിയാണ് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധികൾ എന്നാണ്. അതുപോലെ രണ്ടാമത്തെ പ്രധാനത്തെ കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആംനായ ജപങ്ങൾ. ക്ഷേത്രം ഒതുക്കാത്ത നമ്മളൊരു അതിർത്തി തിരിച്ച് മതിലൊക്കെ കെട്ടി പക്ഷിമൃഗാദികൾ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിർത്തി കെട്ടി മതിൽ തിരിക്കണം എന്നൊക്കെ പറയുന്നത്. ആ ക്ഷേത്ര സങ്കേതമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്ര സങ്കേതത്തിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളോ അനാവശ്യമായിട്ടുള്ള ലഹളകളോ ഒന്നും പാടില്ല. ആ ക്ഷേത്ര സങ്കേതത്തിൽ നാമജപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആ ക്ഷേത്ര സങ്കേതത്തിൽ ഇരുന്ന് എന്ത് പ്രവൃത്തി ചെയ്യണോ ആ പ്രവൃത്തിയുടെ ഒരു ഫലമാണ് ആ ദൈവചൈതന്യങ്ങളിൽ വന്ന് ഭവിക്കുക എന്നാണ്. അപ്പം നമ്മൾ ആ നാമജപങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ പ്രാധാന്യമായിട്ടുള്ള ആചാര്യൻ്റെ ക്രിയ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയ എന്ന് പറയുന്നത് ആ നാമജപങ്ങളാണ് ക്ഷേത്രം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യങ്ങളാണ് നിയമങ്ങൾ. ആ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്ക് ഒരു നിയമവ്യവസ്ഥകൾ ഉണ്ടാവണം എന്നാണ്. ഇപ്പോൾ മാസപൂജകൾ, വാർഷിക പൂജകൾ, ദിവസ പൂജകൾ, വിളക്ക് വയ്പ കാര്യങ്ങൾ, അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവണം എന്നാണ്. ഇന്ന സമയത്ത് വെച്ചു, ഇന്ന് കാലത്ത് വെച്ചു, നാളെ കാലത്ത് വെച്ചില്ല, വൈകുന്നേരം വെച്ചു, അങ്ങനെ പാടില്ല. അതിനൊരു നിയമവ്യവസ്ഥകൾ ഉണ്ടാവണം എന്നാണ്. അത് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ പ്രാധാന്യമാണ്. നാലാമത്തെ കാര്യമാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ഉത്സവങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് പറയുന്നതാണ് പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത്. ആ പ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ചും ആ ഉത്സവങ്ങൾ എത്ര ആഘോഷമായിട്ട് തോറ്റംപാട്ടുകൾ, കളയെഴുത്തുപാട്ടുകൾ, അതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് എത്ര ഭംഗിയായിട്ട് ഉത്സവങ്ങൾ നടത്താം. അതും ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ പ്രാധാന്യമാണ്. അഞ്ചാമത്തെ കാര്യമാണ് അന്നദാനം എന്ന് പറയുന്നത്. അന്നദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ, നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്താലും ആരും മതി എന്ന് പറയില്ല. വസ്ത്രമായാലും പൈസ ആയാലും എത്ര കൊടുത്താലും ആരും മതി എന്ന് പറയില്ല. പക്ഷെ അന്നം കൊടുത്താൽ അങ്ങനെയല്ല. അവിടുന്ന് വയറ് നിറഞ്ഞ് സന്തോഷത്തോടെയാണ് അവിടെ പോകാറുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ പ്രാധാന്യമാണ്. അതാണിപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ പ്രതിഷ്ഠാദനം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അന്നദാനം നടത്തണം കണ്ടിട്ടുണ്ടോ? അന്നദാനം നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു 4 കാര്യങ്ങളാണ് ആ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് പ്രാധാന്യമായിട്ട് പറയുന്നത്. അതുപോലെ കഴിയുന്നതും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രശ്നം വയ്ക്കാണ്ട്, അത് വെക്കേണ്ടെന്നല്ല, അത്രയും വലിയ വിഷയങ്ങൾ വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് തീരുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ പ്രശ്നം വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ കോമരങ്ങൾ നൃത്തത്തിൽ വരുന്ന സമയത്ത് തിരുവായുധങ്ങൾ കേടുപാടുകൾ സംഭവിക്കണം, ആ നൃത്തത്തിനോടനുബന്ധിച്ച് ആ കേടുപാടുകൾ സംഭവിക്കണമെന്നൊക്കെ പറയുകയുണ്ടായി. ഒന്നാമത്തെ, തിരുവായുധങ്ങൾ നൃത്തത്തിൽ വരുന്നവരോട് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ സംസാരിക്കാം. അല്ലെങ്കിൽ സ്വന്തം തിരുവായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദേവൻ്റെ തിരുവായുധങ്ങൾക്ക് വളരെ പ്രാധാന്യങ്ങളുള്ളതാണ്. നമ്മൾ തിരുവായുധങ്ങൾ പൂജിച്ച് ഒരു ക്ഷേത്രത്തിലും തിരുവായുധങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. തിരുവായുധങ്ങൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഓടിൻ്റെ സാധനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ദേവനെയാണോ ആ നൃത്തത്തിൽ വരുന്നത് ആ ദേവൻ്റെ സന്തതി, ആ നൃത്തത്തിൽ വരുന്ന ആൾക്കാരുടെ സന്തതി പരമ്പരകൾക്കാണ് അതിൻ്റെ ദോഷങ്ങൾ വരിക. അപ്പോൾ അത് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം തിരുവായുധങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. തിരുവായുധങ്ങൾ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു ആയുധം കേട് വന്നു കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് ആ ചൈതന്യത്തെ മാറ്റി പുതിയ ആയുധങ്ങളിലേക്ക് മാറ്റി വച്ചതിന് ശേഷം മാത്രമേ ആ പഴയ ആയുധങ്ങൾ നമ്മൾ എന്തും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒടിക്കുക അല്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ ഒരു ഭാവത്തിലാണെന്ന് എനിക്ക് ദിശയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് നൃത്തത്തിൽ വരുമ്പോൾ അവരോടും ആണെങ്കിലും അവരങ്ങനെ കേടുപാടുകൾ സംഭവിപ്പിക്കുകയാണെങ്കിൽ അവരോട് പറയുക. അത് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതെന്ന് പറയാം. ഇപ്പം നമ്മളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് പറയാം. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാം. കാരണം തിരുവായുധങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. തിരുവായുധങ്ങൾ ആ ദേവൻ്റെ കലകളുള്ളതാണ് ആ ആയുധങ്ങളിൽ. അത് നശിപ്പിക്കാനല്ല തിരുവായുധങ്ങൾ കൊടുക്കുന്നത്.
തിരുവായുധങ്ങൾ നൃത്തത്തിൽ വരുമ്പോൾ തിരുവായുധങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നത് ആ നൃത്തത്തിൽ ആ ദേവചൈതന്യം ഇപ്പോൾ ഒരേ കലശം പൂജാടനത്തിന് നൃത്തത്തിലൊരിക്കലും അവരുടെ ആ ദേവചൈതന്യം കൂടി അല്ലെങ്കിൽ എല്ലാവരെയും കലശം പൂജാടിക്കൂടെ ആ ദേവചൈതന്യം അവരിൽ കുടികൊള്ളുന്നതുകൊണ്ടാണ് അവരെ ആ കലശം പൂജിച്ചാടി അവരെ ആ ദേവചൈതന്യം അവരിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതേ അവരിൽ എത്രത്തോളം ആ ദേവചൈതന്യം ഉൾക്കൊള്ളുന്ന അത്രയും പ്രാധാന്യം തന്നെ ആ തിരുവായുധങ്ങൾക്കും ഉണ്ടെന്നാണ്. തിരുവായുധങ്ങൾ കേടുപാടുകൾ വന്നാൽ അത് മാറ്റാമെന്നല്ലാണ്ട് തിരുവായുധങ്ങൾ നശിപ്പിക്കാനോ തിരുവായുധങ്ങൾ കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞോളൂ. അത് നമ്മൾ മുഖാന്തരം നമ്മളുള്ള സമയത്താണെങ്കിൽ നമ്മൾ പറയാം, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അത് ദുരിതങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുക അവരുടെ സന്തതി പരമ്പരകളാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തിരുവായുധങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. തിരുവായുധങ്ങൾക്ക് അത്രയും പ്രാധാന്യങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ഇപ്പോൾ പ്രശ്നങ്ങൾ വയ്ക്കൽ കഴിയുന്നതും ഒഴിവാക്കുക. ഒരു സമയത്ത് പ്രശ്നങ്ങൾ വയ്ക്കുക, അതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുക. നാമജപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നും നമുക്ക് അഭിവൃദ്ധികളെ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ ധർമ്മദൈവാദികളെ നമ്മൾ ആരാധിക്കുന്നതും പൂജിക്കുന്നത്. അപ്പോൾ ഈ വിളിച്ചോലി പ്രായശ്ചിത്തത്തിൻ്റെ ഒരു ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരാം. അത് ഇതുവരെയുള്ള ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അല്ലയോ മഹാദേവി, ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ അവിടത്തേക്ക് അഹിതങ്ങളായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യഥാശക്തി ദ്രവ്യം സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും വേണ്ടും വിധം അനുഗ്രഹിക്കണമേ. നടുക്കിലുള്ള വിളക്കിൽ നോക്കിയിട്ടാണ് തൊഴേണ്ടത്. അവിടെയാണ് ശ്രീഭഗവതിയായിട്ടുള്ള ദുർഗാഭഗവതിയാണ് പൂജിക്കുക. ഭഗവതി സേവ സ്വതവേ ദുർഗാഭഗവതിക്കാണ് ഭഗവത് സേവ കഴിക്കുക. ദുർഗാഭഗവതി ശ്രീഭഗവതിയായിട്ടാണ് പൂജിക്കുക. ആ ശ്രീഭഗവതിയായിട്ട് പൂജിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ശ്രീഭഗവതിയുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലാണ് എല്ലാവരും അഭിവൃദ്ധികളും ശ്രേയസ്സും ഉണ്ടാവുള്ളൂ എന്നാണ്. ആ ശ്രീഭഗവതിക്ക് അത്രയും ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ സ്വതവേ ക്ഷേത്രങ്ങളിലൊക്കെ ഇല്ലന്നറ കണ്ടിട്ടുണ്ടാവും. ഈ ഇല്ലന്നറയ്ക്ക് ഏത് ക്ഷേത്രങ്ങളിൽ
കതിര് പൂജിക്കുകയാണെങ്കിലും ഏത് ദേവൻ്റെ ക്ഷേത്രങ്ങളിലാണ്, വൃക്ഷക്ഷേത്രമായാലും ശിവക്ഷേത്രമായാലും ഒക്കെ ആ കതിര് പൂജിക്കുന്നത് ശ്രീഭഗവതിയായിട്ടാണ് പൂജിക്കുക. ആ ശ്രീഭഗവതിയായിട്ട് പൂജിച്ച് ആ ശ്രീഭഗവതിയുടെ സാന്നിധ്യം ഉള്ള ആ കതിര് ആദ്യം ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കൊണ്ട് നിറയ്ക്കും. അതിനുശേഷം അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് ആ ശ്രീഭഗവതിയുടെ സാന്നിധ്യം ആ കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതേ പ്രാധാന്യം തന്നെയാണ് ഭഗവതി സേവയ്ക്ക്. ആ ദുർഗാഭഗവതിയെ ശ്രീഭഗവതിയായിട്ട് പൂജിച്ച് ആ വിശേഷപ്പെട്ട പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച്